നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതീക്ഷയ്ക്കുള്ള സ്ത്രീധനമായിരിക്കും അഭിലാഷിന് കൊടുത്ത ഈ ജോലി. എന്തായാലും എന്റെ വയറ്റത്തടിച്ച് തന്നെ വേണമായിരുന്നോ ഏട്ടന്റെ പെങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കാൻ? അവന് വല്ല കാറോ വീടോ മറ്റോ വാങ്ങിക്കൊടുത്തിട്ട് ഈ കല്യാണം നടത്തിയ പോരായിരുന്നോ? എന്റെ ജോലി തന്നെ തട്ടിപ്പറിച്ചു കൊടുക്കണമെന്ന് ഈ ഏട്ടൻ എന്താ അത്ര വാശി? നീ വെറുതെ സങ്കടപ്പെടണ്ട. ആ ജോലി എവിടെയും പോകാൻ പോകുന്നില്ല. അത് നിനക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈ കല്യാണം നടന്നാലല്ലേ സ്ത്രീധനം കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, പ്രതീക്ഷയും അഭിലാഷും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ഗിരിതപ്പ വന്നു? ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ അച്ഛമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്ന നേരം പോയത് അറിഞ്ഞതേയില്ല. എന്നാ പിന്നെ ഞാൻ പോയി പെട്ടെന്ന് കോഫി എടുത്തിട്ട് വരാം. സുമി, വേണ്ട, ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു. അവിടുന്ന് കോഫി കഴിച്ചിട്ടാ വന്നത്. ഗിരി, എന്താ സുമി? അത് പിന്നെ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോഴേ അച്ഛമ്മ എന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, അച്ഛമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അമ്മയും പ്രതീക്ഷയെ സുമിയെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നീ വന്നേ പറയട്ടെ. അതെ, ഇല്ലെങ്കിൽ ഞാനിതെല്ലാം മറന്നുപോകും. പ്രതീക്ഷയുടെ കല്യാണം വളരെ ലളിതമായ രീതിയിൽ മതിയെന്നാ അമ്മ പറയുന്നത്. എനിക്ക് അതിനോട് വലിയ അഭിപ്രായമൊന്നുമില്ല. നടത്തുമ്പോ അത് ഗംഭീരമായിട്ട് തന്നെ നടത്തണ്ടേ സുമി. പക്ഷെ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. വലിയ ആർഭാടമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. അമ്മ പറഞ്ഞ വഴിക്ക് തന്നെ പോയാ മതി. ആഡംബരത്തിലൊന്നും അല്ല കാര്യം ഗിരി. പ്രതീക്ഷയും അഭിലാഷും നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. അതും ശരിയാ. എന്തായാലും പ്രതീക്ഷയോടുള്ള അമ്മയുടെ കരുതൽ സ്നേഹവും ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവളുടെ കല്യാണത്തിന് വേണ്ടി അമ്മ കുറച്ച് ആഭരണങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ പഴയതായതിന്റെ പേരിൽ അമ്മയ്ക്ക് ചെറിയൊരു വിഷമമുണ്ട്. സുമിയും കൂടെ വന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ജ്വല്ലറി പോയിട്ട് അതൊക്കെ മാറ്റി വാങ്ങാന്ന അമ്മ പറയുന്നേ. അതിനൊന്നും നിക്കണ്ട ഗിരി. അമ്മയുടെ ആഗ്രഹം പോലെ അതിൽ നിന്നും 1-2 ആഭരണങ്ങൾ എടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് പുതിയത് തന്നെ വാങ്ങിച്ചു കൊടുക്കാം. അവൾ അനാഥയാണെന്നും അവളുടെ കല്യാണ കാര്യത്തിൽ ഗിരി ശ്രദ്ധിച്ചിട്ടില്ല എന്നും ഒരു തോന്നൽ അവൾക്കുണ്ടാവാനേ പാടില്ല. അതുകൊണ്ട് തന്നെ ആഭരണത്തിന്റെ കാര്യത്തിലൊന്നും ഇനി ഒരു കുറവും വരുത്തരുത് കേട്ടോ. എന്തായാലും ശരി, നമുക്ക് ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണം സുമി. പിന്നെ നിനക്ക് വേണ്ടി അമ്മ ഒരു സർപ്രൈസ് കൂടെ കരുതി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അമ്മയുടെ സർപ്രൈസ് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അമ്മ തന്നെ നിന്നോട് പറയും. എന്തായാലും സുമി ഞെട്ടാൻ തയ്യാറായിക്കോ. നിന്റെ സ്വന്തം കുടുംബജീവിതത്തിന് നീ പ്രാധാന്യം കൊടുക്കണം. നിനക്കും ഗിരിക്കും ഒരു കുഞ്ഞ് ജനിക്കണം. ഇന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും സമാധാനത്തില് അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങള് ഗിരിയെ പറഞ്ഞു മനസ്സിലാക്കണം. ഗിരിക്ക് അതെല്ലാം മനസ്സിലാവും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.